ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, പാകിസ്ഥാന്റെ ഫത്ത-1 മിസൈൽ തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് പക്ഷേ അൺഡിസ്ക്ലോസ് സ്ട്രാറ്റജിക് ടാർഗറ്റ് എന്നാണ്. അത് എവിടേക്കാണ് ഇതൊക്കെ അയക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഡൽഹിയിലേക്ക് ലക്ഷ്യമിട്ട്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യമിട്ട്, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് ലക്ഷ്യമിട്ട് കണ്ടടച്ച് വെടിവെക്കുന്നു പാകിസ്ഥാൻ. അങ്ങനെ കൂടി വിചാരിക്കേണ്ട ഒരു ഹൈ അലർട്ടിലേക്കൊക്കെയാണോ ഈ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും ഹൈ അലർട്ടിലേക്ക് തന്നെയാണ്. രാജ്യത്തിന്റെ കൂടുതൽ ഇടങ്ങളിലേക്ക് അവർ പക്ഷേ ആ തരത്തിലുള്ള അലർട്ട് മാറുമെന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ ഉണ്ടായ ഏറ്റവും വലിയ ആശങ്ക ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ മിസൈൽ തൊടുത്തു എന്ന വാർത്ത സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ടായി. കാരണം കൂടുതൽ ഇടങ്ങളിലേക്ക് വരികയാണോ ആക്രമണം, അതിർത്തി മേഖലകളിൽ നിന്ന് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് വരികയാണോ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹി സേഫാണ്, അത്തരം ഇഷ്യൂസ് ഇല്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഒരുപക്ഷെ രാവിലത്തെ വാർത്താ സമ്മേളനം തന്നെ മാറ്റിവെച്ചതിൻ്റെ കാരണവും അതുതന്നെയാവും. എന്തായാലും ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി 10 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് ഇന്ത്യയുടെ സൈനിക നീക്കം, ഒപ്പം പാകിസ്ഥാനുള്ള നയതന്ത്ര മറുപടി അതും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫത്ത മിസൈലൊക്കെ 3 ദിവസം മുൻപാണ് പാകിസ്ഥാൻ പരീക്ഷിച്ചിരിക്കുന്നത്. വലിയ റേഞ്ചുള്ള മിസൈൽ, സർഫസ് ടു സർഫസ് മിസൈൽ. സ്വാഭാവികമായിട്ട് 3 ദിവസം മുൻപ് 120 കിലോമീറ്ററോളം റേഞ്ചുള്ള മിസൈലാണ്. അത് ആണ് ഇന്ത്യക്ക് തടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോഴും എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 3 ദിവസം മുൻപ് ഈ മിസൈൽ പരീക്ഷിച്ച പാകിസ്ഥാൻ അത് പ്രയോഗിക്കുമ്പോൾ പാകിസ്ഥാൻ കാണുന്ന ലക്ഷ്യം വലിയ കൊളാറ്ററൽ ഡാമേജ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അങ്ങനെയുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ സജിത്ത്? അപർണ, തീർച്ചയായിട്ടും ഈ നമ്മുടെ വ്യോമപാതയിൽ പ്രത്യേകിച്ച് 26ഓളം വിമാനത്താവളങ്ങളിൽ ഓപ്പറേഷണൽ ബാൻ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അതിർത്തി മേഖലകളിൽ ഇന്ത്യ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. കൂടുതലിടങ്ങളിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ചെക്ക് ഇൻ ടൈമുകളുടെ ദൈർഘ്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സമയത്തേക്ക് കൂടുതൽ പരിശോധന വേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സൈനിക നീക്കത്തിനപ്പുറമുള്ള ചില ടെറർ ആക്ടിവിറ്റീസ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉദാഹരണമായി ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളാവാം, അതല്ലെങ്കിൽ ഈ മനുഷ്യ ബോംബ് പോലെയുള്ള പുതിയ നീക്കങ്ങളാവാം. ആൾക്കൂട്ടമുള്ള ഇടങ്ങളിൽ കൂടുതൽ ജാഗ്രതയുണ്ട്. അതുകൊണ്ട് വിമാന സർവീസുകൾ അടക്കമുള്ള തന്ത്രപ്രധാനമായ സാഹചര്യങ്ങളെല്ലാം കൂടുതൽ പരിശോധന വേണ്ടി വരുന്നു. അതിന് ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുമുണ്ട്. അതാണ് നിലവിലെ സാഹചര്യം. നമ്മളിനി അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ സജിത്ത്, എന്ത് നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു പിന്തുണ ഇന്ത്യക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. IMF-ൽ ഉണ്ടായ കാര്യങ്ങൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. കൂടുതൽ പിന്തുണ ഉറപ്പാക്കാനുള്ളൊരു നീക്കത്തിലേക്കോ ചർച്ചകളിലേക്കോ ഒക്കെ പാകിസ്ഥാൻ കടക്കുകയുണ്ടായോ? അത്തരം എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ ഈ സമയത്ത് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കണോ? ഇന്ത്യയുടെ ഈ സാഹചര്യങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാൻ നോക്കിക്കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിൻ്റെ സാഹചര്യങ്ങൾ ഓരോന്നായി തന്നെ പാകിസ്ഥാൻ നോക്കിക്കാണുന്നുണ്ട്. ഒപ്പം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിലും വെല്ലുവിളി നേരിടുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ആരോപണം തന്നെ അഫ്ഗാനിസ്ഥാന് മേൽ ഇന്ത്യ മിസൈൽ വർഷിച്ചു, അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ മിസൈൽ അയച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. അതിലൂടെ മറ്റൊരു നീക്കം കൂടിയാവാം പാകിസ്ഥാൻ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ആ തരത്തിൽ അഫ്ഗാനിസ്ഥാനെ അടക്കം വിഷയത്തിലേക്ക് ഇടപെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു നീക്കത്തിന്റെ കൂടി ഭാഗമായി വേണം കരുതാൻ. TG സജിത്ത് വിവരങ്ങൾ നൽകുമ്പോൾ ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്നുള്ള വിവരങ്ങൾ വരികയാണ്. ഈ പലപ്പോഴും ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ജീവൻ പൊലിയുന്നു, വലിയ നാശനഷ്ടമുണ്ടാകുന്നു. ആ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ആ തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ്. രാജസ്ഥാനും ഗുജറാത്ത്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് വലിയ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ജമ്മു കാശ്മീരിലാണെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പല തരത്തിലുള്ള മുൻകരുതലുകളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്നത് കൂടി ഇതിനൊപ്പം എടുത്തു പറയണം. ഇനി 10 മണിക്ക്
ഇന്ത്യൻ സേന വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വ്യക്തമാകാൻ പോകുന്നുണ്ട് എന്താണ് ചിത്രമെന്നുള്ളത്. അപ്പോഴും ഈ മുൻകരുതലുകൾ അതൊരു പ്രിക്കോഷ്യസ് മെഷേഴ്സ് മാത്രമാണോ, ഇന്ത്യ കടുത്ത ഒരു നീക്കത്തിലേക്ക് കടക്കാൻ നിർബന്ധിതമാകുന്നതിന്റെ സൂചനകളാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതൊരു അല്പസമയത്തിനകം അറിയാൻ കഴിയും. ജമ്മു കാശ്മീരിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുത്തിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നെല്ലാം താമസക്കാരെ ഒഴിപ്പിച്ചു. ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് പോലും ചിലയിടത്ത് നിയന്ത്രണമുണ്ട് എന്നറിയുന്നു. പലരുടെ ഈ ഓൺലൈൻ ഡെലിവറികൾ അങ്ങനെയുള്ളതൊക്കെ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചാബിൽ എല്ലാ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവധിയൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. രാത്രി ബ്ലാക്ക് ഔട്ട് നിർദ്ദേശമുണ്ട്. അത് വലിയ വലിയ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങൾ പഠാൻകോട്ട്, അമൃത്സർ, ജലന്ധർ, ഹോഷിയാർപൂർ, മൊഹാലി, ഗുരുദാസ്പൂർ, ചണ്ഡീഗഡ് ഈ ജില്ലകളിലൊക്കെ ബ്ലാക്ക് ഔട്ടിനുള്ള നിർദ്ദേശങ്ങളുണ്ട്. 12-ാം തീയതി വരെ മിക്ക സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. ഇത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അങ്ങനൊരു ക്ലാസ് നടത്തേണ്ട എന്ന് പോലും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. രാജസ്ഥാനിലും ഈ സ്ഥിതി വ്യത്യാസമല്ല. രാജസ്ഥാനിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം നിരത്തി അവധി കൊടുത്തിരിക്കുന്നു. പാകിസ്ഥാനുമായിട്ടൊരു 1000 കിലോമീറ്ററിലൊക്കെ അധികം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ജയ്സാൽമീറിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ തന്നെ നേരത്തെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തിരുന്ന, അതായത് ഇന്ത്യ S-400 സുദർശൻ ചക്രം ഉപയോഗിച്ച് മിസൈലുകൾ, ഡ്രോണുകളെയും തടഞ്ഞത് അത് രാജസ്ഥാനിൽ കൂടി ഉണ്ടായിരുന്നു. രാജസ്ഥാനിലൊക്കെ വ്യോമത്താവള കേന്ദ്രത്തിന് 20 കിലോമീറ്റർ തൊട്ടടുത്തൊക്കെയാണ് ഇത് തകർക്കാൻ കഴിയുകയും ഇത് തകർന്നു വീഴുകയും ഒക്കെ ചെയ്തത്. ബിക്കാനീറിൽ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു, ജോധ്പൂരിൽ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു, ബാർമറിലും ജയ്സാൽമീറിലും ഒക്കെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഡ്രോൺ പറത്തുന്നതടക്കം നിരോധിക്കാൻ പറഞ്ഞിരിക്കുന്നു. ജോധ്പൂരിലൊക്കെ ഉണ്ട് ഈ തരത്തിൽ. മാത്രമല്ല വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു. ബിക്കാനീറിലും കിഷൻഗഡിലും ജോധ്പൂരിലും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഉറിയിൽ നിന്ന് ഇർഫാൻ റെയ്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഉറിയിൽ ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ അടക്കം. तरफ से एक बार फिर जोरदार शेलिंग की जा रही है। रात भर शेलिंग का सिलसिला जारी रहा और सुबह होते ही फिर से जो है वो पाकिस्तान की तरफ से शेल डाले जा रहे हैं और रिहायशी इलाकों को निशाना बनाया जा रहा है। राजौरी जिला के एक सरहद के करीब गांव में मौजूद हूँ। आवाज आपको साफ सुनाई दे रही है। इस तरह से पाकिस्तान जो है वो एक बार फिर अपनी नापाक हरकत जो है वो कर रहा है और रिहायशी इलाकों को जो है वो निशाना बना रहा है। रात भर शेलिंग का सिलसिला जो है वो जारी रहा और ऐसा सुनने में आ रहा है कि बहुत से ऐसे घर हैं जो कि पाकिस्तान की शेलिंग की वजह से तबाह बर्बाद हुए हैं और मुंह तोड़ जवाब जो है पाकिस्तान को हमारी सेना जो है वो दे रही है, लेकिन उसके बावजूद भी पाकिस्तान लगातार जो है वो शेलिंग कर रहा है। न्यूज़ 18 के लिए राजौरी के सरहदी गांव से मैं शक्ति शर्मा।